ഈ വടിത്തങ്ങളെ നിഷേധിക്കുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ച് ബുഖാരിയിൽ നിന്ന് ഹദീസ് ഓതിക്കൊണ്ടുള്ള ഒരു അനൗൺസ്മെന്റ് കേൾക്കാം. പ്രിയമുള്ളവരെ, ബാക്കി പറഞ്ഞു. സത്യസനാതന കേന്ദ്രം മടവൂർ കോട്ടയിൽ നിന്നും സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ ആത്മശാന്തിയുടെ സനാതന വെളിച്ചത്തിൽ ഉപദേശിക്കുന്നു. സുഹരി അതിന്റെ പ്രതിപക്ഷത്താണ്, വഹാബികളുടെ കയ്യിലെ കളിപ്പാവയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മുജാഹിദ് ബാലുശ്ശേരിയുടെ പഴയൊരു പ്രഭാഷണത്തിൽ സമസ്ത AP വിഭാഗത്തിനെതിരെ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു വാക്കുണ്ട്. ആ പറഞ്ഞ വാക്കുകൾ ഇന്നും നമ്മുടെ മുന്നിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ തിളങ്ങി നിൽക്കുകയാണ്. പറഞ്ഞ വാക്കിതാണ്: സത്യം പറഞ്ഞാൽ വഹാബി, കള്ളം പറഞ്ഞാൽ സഖാഫി. നിങ്ങൾക്കൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാകും. ആ പറഞ്ഞ വാക്കുകൾ ഇന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ചില മുസ്ലിയാക്കന്മാരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഇടപെടലുകളും കാണുമ്പോൾ അതെ, അൻസാരി സുഹരി ആലപ്പുഴ എന്ന് പറയുന്ന മുസ്ലിയാരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. അദ്ദേഹത്തെ എടുത്ത് പുറത്തിട്ടിരിക്കുകയാണ്. പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഒരു സഖാഫി തന്നെ നമുക്കത് പറഞ്ഞു തരും. ത്വരീഖത്തിന്റെ പേരും പറഞ്ഞ് മഹാന്മാരുടെ മതത്തോടുകൂടി എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ശിർക്കും കുഫറും പ്രചരിപ്പിച്ച് ഫിത്നയും ഫസാദും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ 3 അടുപ്പും കല്ലുകൾ, അത് കേരളക്കരയിൽ ആകമാനം വിസർജിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ പ്രഭാഷണങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഇതെന്ത് ഇസ്ലാമാണ് എന്ന് നമ്മൾ സ്വാഭാവികമായും ചോദിച്ചു പോകും. കാരണം ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, തനിച്ച ഷിർക്കും കുഫറും കലർന്ന വിശ്വാസമാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്ന് ആവറേജ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച മനുഷ്യർക്ക് പോലും കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള ഷിർക്കും കുഫറും കലർന്ന വിശ്വാസം സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുന്ന ഈ പുരോഹിത ാർക്കെതിരെ അൻസാരി സുഹരി ആലപ്പുഴ എന്ന് പറയുന്ന AP സമസ്തക്കാരൻ തന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനവുമായി വന്നിരിക്കുകയാണ് തൊഴിയൂർ സഖാഫി എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിയാർ. അദ്ദേഹത്തെ ക്ഷണിക്കാം. ഏതൊക്കെ നിഷ്പക്ഷമതികളായ സാധാരണക്കാരുണ്ടോ, പൊതുജനങ്ങളുണ്ടോ, അവരോട് ഞങ്ങൾ പറയുന്നു. എന്താണ് പറയുന്നത്? അയാൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നയാളല്ല. കേട്ടില്ലേ? അയാൾ അഹ്ലുസുന്നയുമായി ബന്ധമില്ല. കേട്ടില്ലേ? അയാൾ പറയുന്ന ആശയങ്ങളിൽ പലതും വഹാബിസമാണ്, സലഫിസമാണ്. അയാൾ പറയുന്ന പലതും വഹാബിസമാണ്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ എന്താണ്? സത്യം പറയുന്നവൻ വഹാബി, കള്ളം പറയുന്നവൻ സഖാഫി. അയാൾ പറയുന്നത് കേട്ട് അതാണ് ഇസ്ലാം എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണേ. എല്ലാവരും ക്ഷമിക്കണം. അയാൾ പറയുന്നതൊന്നും ഇസ്ലാമുമായി ബന്ധമില്ല. ഈ കുരുവട്ടൂർ തരീഖത്തുകാരായ 3 അടുപ്പും കല്ലുകൾ പറയുന്നത് മാത്രമാണ് ഇസ്ലാം. ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാം. ഇസ്ലാം സലഫിസമല്ല, ഇസ്ലാം വഹാബിസമല്ല, ഇസ്ലാം മൗദൂദിസമല്ല, ഇസ്ലാം തബ്ലീഗിസമല്ല. പിന്നെ ഏതാണ് കുഞ്ഞാമത്? ഇസ്ലാം സൂഫിസമാണ്. ഇസ്ലാം മശായിഖന്മാരുടെ മാർഗമാണ്. ഈ പറയുന്ന 3 അടുപ്പും കല്ലുകൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്ന കുറെ കള്ളക്കഥകളും തെറികളും ഒക്കെയാണ് സൂഫിസം. പിന്നെയോ കാല് നക്കലും തവളച്ചാട്ടവും ഒക്കെ, അതാണ് സൂഫിസം. അതാണ് യഥാർത്ഥ ഇസ്ലാം എന്നാണ് ഈ ജാഹില് പറയുന്നത്. സുഹരി അതിന്റെ പ്രതിപക്ഷത്താണ്. സുഹരി അതിന്റെ പ്രതിപക്ഷത്ത്. കാരണം എന്താണ്? സുഹരി തോന്നിവാസത്തിനെതിരെ സംസാരിച്ചു. വഹാബികളുടെ കയ്യിലെ കളിപ്പാവയാണ്. അതാണ് സത്യം പറഞ്ഞാൽ വഹാബി, കള്ളം പറഞ്ഞാൽ സഖാഫി. ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ആരും തെറ്റിദ്ധരിക്കാൻ വേണ്ടി പാടില്ല. ആരും തെറ്റിദ്ധരിക്കാൻ വേണ്ടി പാടില്ല. അയാൾ പറയുന്ന ആശയം ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്ലാമിനെ മുഴുവനും പ്രതിക്കൂട്ടിൽ നിർത്താൻ അയാളുടെ പ്രസംഗം ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണേ. അയാളും അഹ്ലുസുന്നയുമായി ബന്ധമില്ല. അയാളും അഹ്ലുസുന്നയുമായി ഒരു ബന്ധവുമില്ല. സുഹരി യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് ഏതാണ്? സൂഫിസമാണ്. ഏതാണ് ആ സൂഫിസം? മശായിഖന്മാർ പഠിപ്പിച്ച ഒരു മാർഗമാണ്. നമ്മൾ അതാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. തവളച്ചാട്ടം. യശുമാനെ തുള്ളി കാണിക്കേ. നൗഷുമോനെ തവളച്ചാട്ടം നടത്താൻ വേണ്ടി ആശീർവദിച്ചിറക്കിയത് ആരാണ്? നമ്മളെ വടിത്തങ്ങളാണ്. വടിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പോരിശയാക്കപ്പെട്ട വലിയ ഷെയ്ഖാണ്. വലിയ കറാമത്തൊക്കെ ഉള്ള ഷെയ്ഖാണ്. അദ്ദേഹത്തിന്റെ കറാമത്ത് അദ്ദേഹം തന്നെ പറഞ്ഞുതരാം. ഞാൻ കോഴിക്കോട് 1 മണിക്കൂർ കല്ലായി പാലത്തിന്റെ അവിടെ ഒരു ക്ലബിൽ കയറിയിട്ട് മഹാനവറുകളായ ബാബുരാജിൽ നിന്നാണ് ഇദ്ദേഹം സംഗീതമൊക്കെ പഠിച്ചത്. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണിയം തന്നു,
15 മിനിറ്റ് കൊണ്ട് 6 മണിയാകാൻ പഠിക്കുകയും 15 മിനിറ്റ് കൊണ്ട് 6 മണി പഠിച്ച മഹാനവറുകളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ കഴിവിന് പരിധിയില്ല, ലാ ഹദ്ദ എന്നാണല്ലോ, അങ്ങനെയാണല്ലോ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കഴിവിന് പരിധിയില്ല, 15 മിനിറ്റ് കൊണ്ട് ഹാർമോണിയോ പഠിച്ചു. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതേ 15 നാടകത്തിലാണ് ബഹുമാനപ്പെട്ട അവറുകൾ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സ്വാലിഹായ പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. എല്ലാവരും ചെല്ല് തക്ബീർ, ചെല്ല് തക്ബീർ, എല്ലാവരും ചെല്ല് തക്ബീർ. 5 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മഹാനവറുകൾ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങൾ അവറുകൾ എന്താണ് പറയാനുള്ളത്? സുന്നത്ത് ജമാഅത്തിന്റെ വലിയ നേതാവ്, വലിയ ഔലിയ, വലിയ പണ്ഡിതൻ. അദ്ദേഹത്തിന് ഒരുപാട് കറാമത്തുകളുണ്ട്. ആ കറാമത്തിന്റെ ചില ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ 5 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇന്ന് പ്രാർത്ഥിക്കെല്ലാവരും അദ്ദേഹത്തിന്റെ ദർജ ഇനിയും ഏറ്റിക്കൊടുക്കാൻ വേണ്ടി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇല്ലാന്നാരൊക്കെ പറയട്ടെ, നിഷേധിക്കാൻ ആരും വരണ്ട, ഒരു വഹാബിയും വരണ്ട. ഞാൻ 5 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ആ കറാമത്ത് നിഷേധിച്ചുകൊണ്ട് ഒരുത്തനും വരണ്ട എന്നാ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ്. അറാമ മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ കലാപ്രകടനമാണ്. പോയർത്തോൾ സിനിമയിൽ അഭിനയിച്ച മുഹമ്മദ് റാഫി സ്വർഗത്തിലുള്ളത്. ആരൊക്കെയാണ് സ്വർഗത്തിലാക്കിയത്? മുഹമ്മദ് റാഫി സ്വർഗത്തിലാണത്രേ. പ്രേം നസീർ സ്വർഗത്തിലുള്ളത്. ഇല്ല, നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇല്ല, പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് അല്ല രേഖപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. പ്രേം നസീർ സ്വർഗത്തിലാണ്, മുഹമ്മദ് റാഫി സ്വർഗത്തിലാണ് എന്നൊക്കെ കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന വലിയ ദർജയുള്ള വലിയ മഹാനവറുകളാണ് ഈ വടിത്തങ്ങൾ. അദ്ദേഹത്തെ മുറുക്ക പിടിച്ചോളൂ, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത് എങ്കിൽ അദ്ദേഹത്തിന് അതിനേക്കാളും വലിയ ദർജയാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിന്റെ പിന്നാലെ പോയിക്കോളണം. അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് ആരും ഒന്നും സംസാരിക്കരുത്, ഒന്നും നിഷേധിക്കരുത്. നമുക്കൊരു അനൗൺസ്മെന്റ് കേൾക്കാം. ഈ വടിത്തങ്ങളെ നിഷേധിക്കുന്നതിന്റെ ഗൗരവത്തെ കുറിച്ച് ബുഖാരിയിൽ നിന്ന് ഹദീസ് ഓതിക്കൊണ്ടുള്ള ഒരു അനൗൺസ്മെന്റ് കേൾക്കാം. പ്രിയമുള്ളവരെ, ബാക്കി പറഞ്ഞു. സത്യസനാതന കേന്ദ്രം മടവൂർ കോട്ടയിൽ നിന്നും സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ ആത്മശാന്തിയുടെ സനാതന വെളിച്ചത്തിൽ ഉപദേശിക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ അമീറന്മാരെ നാം ബഹുമാനിക്കുക. അനുസരണരാഹിത്യത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ താക്കീത് ചെയ്തത് ഇങ്ങനെയാണ്: മൻ റആ മിൻ അമീരിഹി ഷൈഅൻ യക്റഹു ഫൽയസ്ബിർ അലൈഹി ഫഇന്നഹു മൻ ഫാറക്കൽ ജമാഅത ഷൈഅൻ അഫമാത ഇല്ലാ മാത മൈതതൻ ജാഹിലിയ. സ്വഹീഹുൽ ബുഖാരി. വല്ലവനും തന്റെ അമീറിന്റെ പക്കൽ നിന്ന് അതൃപ്തികരമായ വല്ലതും കണ്ടാൽ ക്ഷമിച്ചുകൊള്ളട്ടെ. എന്തുകൊണ്ടെന്നാൽ ഒരുത്തൻ സംഘടനയിൽ നിന്ന് ഒരു ചാൺ വേർപെട്ടു പോവുകയും അന്നിലയിൽ മരിക്കുകയും ചെയ്താൽ അവന്റെ മരണം അനിസ്ലാമിക മരണം മാത്രമായിരിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജാഗ്രതരാകുക. ഈ ഷെയ്ഖിന്റെ മതത്തോടുകൂടി സമൂഹത്തിന്റെ മുന്നിൽ പല പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക. അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുരുത്തക്കേട് വരെ പറ്റാൻ സാധ്യതയുണ്ട്. ബുഖാരിയിൽ നിന്ന് ഹദീസ് ഓതിക്കൊണ്ടാണ് മഹാനവറുകളെ കുറിച്ച് നമ്മൾ പലതും പറയുന്നത് കേട്ടത്. അതുകൊണ്ട് ജാഗ്രതരായി നിൽക്കുക. പണിയൊന്നുമില്ല ചെങ്ങായി, കണ്ട സിനിമാ നടനെയൊക്കെ പിടിച്ചിട്ട് ഔലിയാക്കാൻ വേണ്ടി. നാണവും മാനവുമില്ലേ? സത്യം പറയുന്നവരെ പിടിച്ച് വഹാബിയാക്കി ചിത്രീകരിച്ച് ഇല്ലാത്ത ഇസം പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുകയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.